പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ 2ാം സെമസ്റ്ററിൽ എത്തിയിരിക്കുകയാണല്ലോ. മലയാളം നൽകുന്നത് നിങ്ങൾ ഏത് മേജർ കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമുക്ക് സിനിമയും സാഹിത്യവും അഥവാ സിനിമ ആൻഡ് ലിറ്ററേച്ചർ എന്ന പേരിലുള്ള ഒരു MDC ആണ് ഈ 2ാം സെമസ്റ്ററിൽ മലയാളം നൽകുന്നത്. ഏത് വിഷയം പഠിക്കുന്ന കുട്ടികൾക്കും വളരെ രസകരമായി പഠിക്കാവുന്ന, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്ന ഒരു വിഷയ ഏരിയയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് 5 മൊഡ്യൂളാണ്. എല്ലാ MDCയും പോലെ, എല്ലാ പേപ്പറും പോലെ തന്നെ 5 മൊഡ്യൂളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഇത് വരുന്നത് എന്താണ് ഒരു കഥ, എങ്ങനെയാണ് തിരക്കഥയാവുന്നത്, ആ തിരക്കഥ സിനിമ രൂപമാർജിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, ഇത് തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. തീർച്ചയായിട്ടും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന ഒരു ചെറുകഥ പഴയ കാലത്ത് സിനിമയായിട്ടുണ്ട്. അത് അന്ന് ബഷീർ തന്നെ തിരക്കഥയാക്കി എഴുതി ഭാർഗവി നിലയം എന്ന പേരിലാണ് അത് സിനിമയായിട്ട് വളരെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. നമുക്കറിയാം, അതിലെ പാട്ടുകളൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ്. പിന്നീട് നീലവെളിച്ചം എന്ന പേരിൽ പുതിയ കാലത്ത് തന്നെ ആഷിഖ് അബു അത് സംവിധാനം ചെയ്തു പുതിയ തരത്തിൽ അത് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാം. ആദ്യം നീലവെളിച്ചം എന്ന ചെറുകഥ, അതിൻ്റെ സിനിമാ രൂപം ഭാർഗവി നിലയം, പിന്നീട് ആ സിനിമാ രൂപത്തിൻ്റെ പുതിയ കാലത്തെ മറ്റൊരു തരത്തിലുള്ള വ്യത്യാസത്തോടു കൂടിയിട്ടുള്ള സിനിമാ രൂപം, അങ്ങനെയുള്ള പഠനം. അതോടൊപ്പം തന്നെ 2ാമത്തെ മൊഡ്യൂളിൽ ഒരു നോവൽ എങ്ങനെയാണ് സിനിമയായി മാറുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ധാരാളം നോവലുകൾ പഴയകാലം മുതൽ, മലയാള നോവൽ തുടങ്ങിയ കാലം മുതലുള്ള മാർത്താണ്ഡവർമ്മ മുതൽക്കുള്ള പഴയ നോവലുകൾ പലതും സിനിമയായിട്ടുണ്ട്. ഉറൂബിൻ്റെ ഉമ്മാച്ചു, അല്ലെങ്കിൽ പഴയ കാലത്തുള്ള പലതരത്തിലുള്ള നോവലുകളും സിനിമയായിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആടുജീവിതത്തിൻ്റെ നോവൽ വേർഷനും ആടുജീവിതത്തിൻ്റെ സിനിമ വേർഷനും, ഇത് തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ്. ഇതാണ് 2ാമത്തെ മൊഡ്യൂൾ. ഇതും ഇതിൻ്റെ ആമുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ വിശകലനം ചെയ്തു പോകാവുന്നതാണ്. 3ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ, അതിലെ കവിത, അതിൻ്റെ പരിണാമത്തിൻ്റെ ചരിത്രം. ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് പി ഭാസ്കരൻ മുതൽ ഏറ്റവും പുതിയ കാലത്ത് നമുക്ക് പി ഭാസ്കരൻ്റെ പഴയ പാട്ടുകളിലൂടെ തുടങ്ങി അത് വന്ന് ലജ്ജാവതിയെ പോലുള്ള പാട്ടുകളിലൂടെ കടന്നു വന്ന് പുതിയ കാലത്ത് നാടിൻ നന്മകനെ പോലുള്ള ആവേശത്തിലെ പാട്ടുകളിലേക്ക് എത്തി നിൽക്കുന്ന മലയാള സിനിമാ ഗാനത്തിൻ്റെ പാട്ടുകളുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ രസകരമായി പഠിച്ചു പോകാവുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഈ കഥയും, സാഹിത്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള രചനാരൂപമാണ്. സാഹിത്യം വളരെ ക്രിയേറ്റീവായിട്ടുള്ള രചനാരൂപം. അതുപോലെ തിരക്കഥ മറ്റൊരു രൂപമാണ്. അപ്പോൾ ഈ 2 സാഹിത്യ രൂപങ്ങൾ, അതായത് കഥ, തിരക്കഥ തുടങ്ങിയ 2 സാഹിത്യ രൂപങ്ങൾ ഏത് തരത്തിൽ ആ മാധ്യമത്തിൻ്റെ വ്യത്യാസം കൊണ്ട് എങ്ങനെയാണ് അത് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ ഈ 2 തരത്തിലുള്ള മാധ്യമങ്ങൾ, ഒരു ക്രിയേറ്റീവ് വർക്ക് 2 മാധ്യമങ്ങളിലൂടെ വ്യത്യാസം വരുന്നതിനെ പറ്റി പഠിക്കുന്നതിലൂടെ നമുക്ക് ലോകത്തെപ്പറ്റിയും ലോകത്തുള്ള സാഹിത്യ രൂപങ്ങളെ പറ്റിയും ഒക്കെ പഠിക്കാൻ സാധിക്കും. ഈ സിനിമ മലയാളത്തിലെ കേവലം സിനിമകളെ മാത്രം മനസ്സിലാക്കാൻ ഉതകുന്നതായിരിക്കില്ല. നമ്മളിതിൽ വളരെ വ്യത്യസ്തമായ ജനറലായിട്ടുള്ള, പ്രത്യേകിച്ച് അക്കിരോ കൊറസോവയെ പോലെയുള്ള ലോക സിനിമ സാഹിത്യത്തിൽ വളരെ കൃത്യമായിട്ട് ചിത്രകലയുടെ സാധ്യതകൾ, പെയിന്റിങ്ങിൻ്റെ സാധ്യതകൾ, വർണ്ണ കലർച്ചയുടെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കൊറസോവയെ പോലുള്ള റാഷമോണും ഇക്രുവും ഒക്കെ ചെയ്തിട്ടുള്ള ഗംഭീരങ്ങളായിട്ടുള്ള ചരിത്രകാരനായിട്ടുള്ള കൊറസോവയുടെ ഡ്രീംസ് പോലുള്ള വ്യത്യസ്ത സ്വപ്നഖണ്ഡങ്ങളെ സിനിമയാക്കി പ്രസിദ്ധി നേടിയ കൊറസോവയുടെ സിനിമയുടെ ഖണ്ഡങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് 4ാമത്തെ മൊഡ്യൂൾ. 5ാമത്തെ മൊഡ്യൂൾ ഓപ്പൺ എൻഡഡ് ആണ്. ഈ 4നെയും മുൻനിർത്തിക്കൊണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും യാത്രകളും സംഭാഷണങ്ങളും ശില്പശാലകളും ഒക്കെ ആയിട്ടാണ് അത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഏത് വിഷയം മേജറായി പഠിക്കുന്ന കുട്ടിക്കും മനോഹരമായി തങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, ചുറ്റുപാടുള്ള കലാ അനുഭവങ്ങളെക്കുറിച്ച്, അതിലെ സൗന്ദര്യത്തെപ്പറ്റി, വൈവിധ്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ, സമ്പൂർണ്ണ കല എന്ന രീതിയിൽ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. ഇതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ഈ ആശയം ഞാൻ നിങ്ങളോട് സമർപ്പിക്കുകയാണ്. നന്ദി.